ഇവിടെ ശ്രീ അനിൽകുമാർ, ഇവിടെ എൽ ഡി എഫിനെ സംബന്ധിച്ച് വിജയപ്രതീക്ഷയ്ക്ക് ആധാരമായ നിരവധി ഘടകങ്ങൾ നിങ്ങൾ കണക്ക് കൂട്ടുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെ ഇടതുപക്ഷത്ത് തന്നെ ഇപ്പോഴും കേരള നിയമസഭയിലെ 99-ൽ പെട്ടതാണ് നിലമ്പൂർ. അതങ്ങനെ തന്നെ ഉണ്ടാകും എന്ന് കണക്ക് കൂട്ടുന്നു. പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം UDF തുടർച്ചയായി 10ാം വർഷത്തിലേക്ക് പ്രതിപക്ഷത്തേക്ക് കടക്കുകയാണ്. ഇനിയും അങ്ങനെ ഒരു 5 വർഷം കൂടി ഇരുന്നാൽ എന്താകും ആ മുന്നണി? വിശേഷിച്ച് ആ മുന്നണിയിലെ തന്നെ 2 പ്രധാനപ്പെട്ട പാർട്ടികൾ, കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും അവസ്ഥ എന്ത് എന്ന പ്രശ്നം ആ പാർട്ടി നേതാക്കളെ അലട്ടുന്നുണ്ട്. അതിൻ്റെ പ്രധാന പ്രവർത്തകരെയും അലട്ടുന്നുണ്ട്. അവിടെയാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. മലപ്പുറം ജില്ലയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട നിയോജക മണ്ഡലം. ലീഗിനെ സംബന്ധിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു തോൽവി എന്നുള്ളത് അവരുടെ നേതൃത്വത്തിന് ചിന്തിക്കാനാവുന്നതേയല്ല. പക്ഷേ തർക്കങ്ങളുടെ ആര്യാടൻ ലീഗ് തർക്കത്തിലേക്ക് ഒരുപാട് പശ്ചാത്തലവും പ്രതലവും ഒക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം മാറ്റിവെച്ച് പഴയത് പറഞ്ഞു നിൽക്കാതെ ഒന്നിച്ചു നിന്ന് പരമാവധി വോട്ടുകൾ സമാഹരിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ മാത്രമേ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു കൈ നോക്കാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യം അവരുടെ പ്രവർത്തകരിലേക്കും അനുഭാവികളിലേക്കും ആ മുന്നണിക്ക് കൊണ്ടുപോകാനായിട്ടുണ്ട് എങ്കിൽ അനുകൂല ഘടകങ്ങളും രാഷ്ട്രീയവും ഒക്കെ നിങ്ങൾക്ക് അനുകൂലമാകും. നിലമ്പൂരിൻ്റെ മനസ്സും ആ നിലയിൽ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വലിയ സ്വീകാര്യതയൊക്കെയുണ്ട്. പക്ഷേ ജയം എന്നത് UDFന് വളരെ സ്വാഭാവികമായി കണക്ക് കൂട്ടാൻ കഴിയുന്ന ഒരു കാര്യമല്ലേ നിലമ്പൂരിനെ സംബന്ധിച്ചിപ്പോഴും? അവർക്കൊരാത്മവിശ്വാസമുണ്ട് ജയിക്കുമെന്ന്. അല്ല, UDFന് മുൻകൈ ഉണ്ടായിരുന്നൊരു സീറ്റാണ് നിലമ്പൂർ എന്ന കാര്യത്തിൽ ആരും തർക്കിക്കില്ല. അതിൻ്റെ മണ്ഡലത്തിൻ്റെ ഘടന വന്നപ്പോൾ 2 പഞ്ചായത്തുകൾ തൊട്ടടുത്ത മണ്ഡലത്തിലേക്ക് മാറിയതോടുകൂടിയാണ് UDFന് ഏതാണ്ടൊരു മേൽക്കൈ നഷ്ടപ്പെടുന്ന നില വന്നത്. എങ്കിലും ഇടതുപക്ഷത്തിന് അസന്നിഗ്ധമായൊരു ഭൂരിപക്ഷം ലഭിക്കുന്ന മണ്ഡലമായത് വന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് PNB അൻവറിനെ സ്വതന്ത്ര നിലയ്ക്ക് മത്സരിപ്പിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇടതുപക്ഷത്തിനുണ്ടായ ഗുണമെന്താണ്? ഈ കഴിഞ്ഞ 9 കൊല്ലക്കാലം വികസനത്തിലൂടെ പുതിയ നിലമ്പൂർ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ സൃഷ്ടിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുകൂല ഘടകമായി. അതിൻ്റെ നേട്ടങ്ങൾ ആർക്കാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വിവേകമുള്ള നിലമ്പൂരിലെ ജനങ്ങൾക്കറിയാം, അവിടെ ഉണ്ടായ റോഡുകളാവട്ടെ, സ്കൂളുകളാവട്ടെ, മറ്റ് വികസന പദ്ധതികളാവട്ടെ, ഇവയൊക്കെ ഇടതുപക്ഷ ജനാധിപത്യം കേരളത്തിലാകെ ചെയ്തതിൻ്റെ ഒരു നിലമ്പൂർ എഡീഷനാണ്, അല്ലെ നിലമ്പൂർ അധ്യായമാണ്. പ്രത്യേകിച്ച് ഒരു MLAയുടെ മാത്രമായി നേട്ടമല്ല. പക്ഷേ ശ്രീ അനിൽകുമാർ, അങ്ങനെ 9 വർഷം MLA ആയിരുന്ന ഒരാൾക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണെങ്കിൽ പോലും മത്സരിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്ലെയിമും കിട്ടാൻ പോകുന്നില്ല എന്ന് തന്നെയാണോ LDF വിചാരിക്കുന്നത്? കാരണം ജനങ്ങളുമായി ഇടപഴകി, ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഇടപഴകി, താഴെത്തട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ബന്ധങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് വോട്ടായി മാറിയേക്കാമോ? അങ്ങനെ ആശങ്ക LDFനുണ്ടോ? അവിടെയാണ് LDFന് തീരെ ആശങ്കയില്ലാത്തത്. ഒന്ന്, അൻവർ ഉയർത്തിയപ്പെട്ട പ്രശ്നങ്ങളെ സംബന്ധിച്ച് ആദ്യത്തെ ഒരാഴ്ചക്കാലം ആളുകൾക്കിടയിൽ ഒരു സംശയം നിലനിന്നിരുന്നു. പക്ഷേ അൻവർ തുറന്ന യുദ്ധത്തിനാണ് ഇറങ്ങി തിരിച്ചത്. CPMനെ, പ്രത്യേകിച്ച് പാർട്ടിയുടെ സമുന്നത നേതാവായ മുഖ്യമന്ത്രിയാണ് കടന്നാക്രമിച്ചത്. അതിൽ വസ്തുതയുണ്ടോ? അത് പാർട്ടി പരിശോധിക്കാൻ തയ്യാറായി, സർക്കാർ പരിശോധിക്കാൻ തയ്യാറായ ഘട്ടത്തിൽ തെളിവുകൾ നൽകാൻ അൻവർ തയ്യാറായില്ല. അൻവർ ഓരോ ദിവസവും ഓരോ ആരോപണം ഉന്നയിച്ച് മുങ്ങുക എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞെടുത്ത് തുറച്ചു നിൽക്കാനോ തെളിവ് കൊടുക്കാനോ തയ്യാറാകാതെ പുതിയ പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുക, കെട്ടുകഥകൾ പറയുക. ഇപ്പം ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ സത്യപ്രതിജ്ഞയ്ക്ക് നിലമ്പൂരിൽ നിന്ന് കാൽനടയായിട്ടാണ് ആളുകൾ പോകാൻ പോകുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അവകാശവാദം. അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര സ്ഥാനവും വനമന്ത്രി സ്ഥാനവും പിന്നെ നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണല്ലോ. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിലെ ജനങ്ങളാകെ അതിനനുകൂലമായി നിൽക്കുമെന്നൊരു തെറ്റിദ്ധാരണ ഞങ്ങൾക്കാർക്കുമില്ല. പക്ഷേ ഒരു MLA എന്ന നിലയ്ക്ക്, അവിടെ മത്സരിച്ചിരുന്ന ഒരാളെന്ന നിലയ്ക്ക് ആളുകളുമായി ബന്ധമൊക്കെ ഉണ്ട്. ആ ബന്ധത്തിൻ്റെ ഭാഗമായി കുറച്ച് വോട്ട് ലഭിക്കുന്നുണ്ടാവാം. പ്രധാനമായും അൻവറിനെ നെഞ്ചേറ്റിയത് അവിടുത്തെ തീവ്ര മതരാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയക്കാരുമാണ്, ഇടതുപക്ഷക്കാരായിരുന്നില്ല. സ്വാഭാവികമായും അത്തരം ആളുകളുടെ പിന്തുണ കുറേ നേടാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വില കൊടുക്കേണ്ടി വരുന്ന UDF തന്നെ ആയിരിക്കുമെന്ന നല്ല തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. യെസ്.